Welcome to Learning for All. I am Athini. എനിക്ക് കുറേ സജഷൻസ് വന്നു. 10th പ്ലസ് ടുവിനൊക്കെ ഇത്തവണ ടേം 1 MCQ ക്വസ്റ്റ്യൻസ് ആണല്ലോ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ OMR ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, അതിന് നല്ല ഈസി ആയിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസും മെസ്സേജസ് ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് OMR ഷീറ്റ് എങ്ങനെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം, നീറ്റായിട്ട് ഫില്ല് ചെയ്യാം, മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ ഫില്ല് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് OMR ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. നിർബന്ധമായിട്ടും എല്ലാവരും എക്സാമിന് മുന്നേ ഇതൊന്ന് കണ്ടു നോക്കുക. സോ എന്താണ് OMR? OMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമുക്ക് MCQ ക്വസ്റ്റ്യൻസിൽ 4 ഓപ്ഷൻസ് ആയിരിക്കും. അതിലേത് ഓപ്ഷൻ ആണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് പോലെ തരുന്നതാണ് ഈ OMR ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സാമ്പിൾ OMR ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏത് ടൈപ്പ് പെന്നാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ പെൻസിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇങ്ക് പെൻ, ഫൗണ്ടൻ പെൻ, ജെൽ പെൻ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് സ്പ്രെഡ് ആവും. സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ OMR ഷീറ്റ് കറക്റ്റായിട്ട് റീഡ് ചെയ്യില്ല. ഈ OMR ഷീറ്റ് നമുക്ക് മാർക്ക് നോക്കുന്നത് മാനുവൽ ആയിട്ടല്ല, അത് കറക്റ്റ് ചെയ്യുന്നത് മെഷീൻ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിന്റ് പെൻ തന്നെ യൂസ് ചെയ്യണം. ഇറേസർ, വൈറ്റ്, അതായത് നമ്മൾ മാർക്ക് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റ്നർ, ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ the candidate should check that the test book series printed on the OMR sheet is same as the printed on booklet. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ബുക്ക്ലെറ്റിൽ ഒരു സീരീസ് നമ്പർ ഉണ്ടാവും, A ആണോ B ആണോ എന്നൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ OMR ഷീറ്റിൽ ഉണ്ടാവും. അത് രണ്ടും ഒന്ന് തന്നെയായിരിക്കണം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ A എന്നാണെങ്കിൽ OMR ഷീറ്റിലും A എന്നായിരിക്കണം. കാരണം അതനുസരിച്ചിട്ടാണ് നമുക്ക് മെഷീൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ എക്ക് റെസ്പോണ്ടിങ് ആയിട്ട് ആൻസർ എഴുതുമ്പോൾ ഇവിടെ A അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഫുൾ തെറ്റിപ്പോവും. അപ്പോൾ പിന്നീട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അത് നമ്മൾ നോക്കിയിരിക്കണം. രണ്ടിലും ഒരേ ബുക്ക്ലെറ്റ് നമ്പർ, അതായത് A ആണോ B ആണോ C ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവിജിലേറ്ററോട് പറഞ്ഞിട്ട് മാറ്റി വാങ്ങിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ OMR ഷീറ്റ് മടക്കാനോ അതിനകത്ത് എന്തെങ്കിലും കുത്തി വരയ്ക്കാനോ ടിക്ക് ഇടാനോ ഒരു മാർക്ക് പോലും വരാൻ പാടില്ല. നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ OMR ഷീറ്റ് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്ന പോലെ മടക്കി വെക്കുക അല്ലെങ്കിൽ അതിനകത്ത് മാർക്ക് വരാം, അങ്ങനെ എന്ത് വന്നാലും നമ്മുടെ ആൻസർ ഷീറ്റ് റിജക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് അതിലൊക്കെ കെയർഫുൾ ആയിട്ട് നോക്കുക. ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കുക, എന്തെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ നോട്ട്സ് എന്തെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതൊക്കെ എഴുതി വെക്കുക, അങ്ങനെ ഒന്നും പാടില്ല. ഇത് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. ഇപ്പൊ നോക്കുക, ഇവിടെ ഓരോന്നിനും ആൻസർ ആയിട്ട് ഇപ്പോൾ 4, 5 എന്നൊക്കെ ഉള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അതിന് ചുറ്റും നമ്മൾ റൗണ്ട് ചെയ്യുക. അത് കറക്റ്റായിട്ട് വരിക. അത് പകുതി മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക, അങ്ങനെ ഒന്നും പാടില്ല. ഏതാണോ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് നമ്മൾ ഒരു OMR ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ സ്റ്റുഡൻറ്റ് നെയിം, നിങ്ങളുടെ റോൾ നമ്പറൊക്കെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ തന്നിട്ടുണ്ടാകും, അതൊക്കെ നോക്കി വെക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് എൻ്റെ നെയിമും ഒരു റോൾ നമ്പർ ചുമ്മാ എടുത്ത്, നിങ്ങൾ അതുപോലെ ചുമ്മാ എടുക്കരുത്, നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിലുള്ള അതേ നമ്പർ തന്നെ കൊടുക്കണം. അതൊക്കെ തെറ്റിപ്പോയാൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എഴുതേണ്ടത്, അല്ലാതെ സ്മോൾ ലെറ്ററിലല്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കുക, അതായത് ബ്ലോക്ക് ലെറ്റർ. അപ്പോൾ എൻ്റെ പേര് ഞാൻ എഴുതി ATHINI. അപ്പോൾ ഒരു ഇത് കഴിഞ്ഞു. അത് ഇനി സ്പേസ് ഇട്ടിട്ട് വേണം അടുത്തത് എഴുതാൻ. RAMEEZ ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ആൽഫബറ്റ്സ് നമ്മളിവിടെ കറക്റ്റായിട്ട് ഡാർക്കൺ ചെയ്യുക അല്ലെങ്കിൽ ബബിൾ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ അവിടെ നമ്മൾ ബബിൾ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്ത് പോകാതെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യാം. അതുപോലെ ഓരോ ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഇപ്പം ഞാൻ നോക്കിയാൽ ഞാൻ എക്ക് ഇവിടെ ചെയ്യാണ്.
കണ്ടോ, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യാം. അടുത്തത് ടി വര. അപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്കെയിലൊന്നും വെച്ച് വരച്ചൊന്നും വെക്കരുത്. കാരണം ഒരു മാർക്കും പാടില്ല. പ്രത്യേകം ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, കുറച്ച് കുട്ടികൾ തെറ്റിപ്പോയിരിക്കും വേണ്ടി സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യും. അതൊന്നും പാടില്ല. പെൻസിലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പെൻ വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ടി ആണ്. അപ്പൊ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇതുപോലെ വരയ്ക്കാം. ഇതിപ്പോ ഞാൻ ഡിജിറ്റൽ പെൻ വെച്ചിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഇംപെർഫെക്ഷൻ വരുന്നത്. നിങ്ങൾ കറക്റ്റ് പെൻ വെച്ചിട്ട് റൗണ്ടിൽ തന്നെ പുറത്ത് പോവാതെ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാം. അടുത്ത ലെറ്റർ നോക്കുക, എച്ച് നോക്കുക. അങ്ങനെ ഓരോ ലെറ്ററും നമ്മൾ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ അത് ഇവിടെ എല്ലാ ലെറ്ററും കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എച്ച് ആണ് അടുത്ത ലെറ്റർ. അപ്പൊ എച്ച് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നോക്കാം, പക്ഷെ ഒന്ന് വരയ്ക്കാനോ മടക്കാനോ ഒന്നും പാടില്ല. സ്കെയിൽ വെച്ചിട്ട് വേണമെങ്കിൽ കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റുഡന്റിന്റെ നെയിം ആദ്യം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്, റോൾ നമ്പർ. അപ്പൊ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ടാവും, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഞാനിപ്പോ ഒരു റോൾ നമ്പർ ജസ്റ്റ് എഴുതുന്നുണ്ട്, 268. നിങ്ങളുടെ റോൾ നമ്പർ ഏതാണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തന്നെ റോൾ നമ്പർ മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിന് 15 മിനിറ്റ്സ് മുന്നേ തന്നെ OMR ഷീറ്റ് തരും. അപ്പോൾ നമ്മൾ റോൾ നമ്പറും പേരും ഒക്കെ എഴുതാനായിട്ട് ആ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ധൃതി പിടിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ശേഷം ആ ടൈം വേസ്റ്റ് ആവാതെയൊക്കെ നോക്കും. ഇത് കണ്ടോ, ഞാൻ 2 മാർക്ക് ചെയ്തു, നെക്സ്റ്റ് 6 മാർക്ക് ചെയ്തു. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ്സ് മുന്നേ നിങ്ങൾക്ക് OMR ഷീറ്റ് കിട്ടും. അപ്പൊ തന്നെ റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം, നിങ്ങളുടെ ബുക്ക്ലെറ്റ് ഷീറ്റിന്റെ നമ്പർ, ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. അപ്പൊ ഇതുപോലെ എല്ലാ നമ്പേഴ്സിനും ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റോൾ നമ്പർ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് നെയിം കൊടുത്തു, റോൾ നമ്പർ കൊടുത്തു, അതും കറസ്പോണ്ടിങ് ആയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ റൗണ്ട് ചെയ്യുക. ഇതുപോലെ പുറത്തു പോവാതെ കറക്റ്റായിട്ട് ചെയ്യണം. ഇതാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് മൊബൈൽ നമ്പർ, പിന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരീസ് നമ്പർ, പിന്നെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ എക്സാമിന് ഞാൻ പറഞ്ഞ 15 മിനിറ്റ്സ് മുന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവിജിലേറ്ററോട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾ ഡൗട്ടോട് കൂടിയിട്ട് ഒന്നും മാർക്ക് ചെയ്ത് തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എ, സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ബി, തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഡി, ഫോർത്ത് ഇ, ഫിഫ്ത്ത് വൺ എ. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് നോക്കാം. അപ്പൊ ഇതനുസരിച്ചാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓരോന്നും മാർക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ എനിക്ക് എ എന്നാണ് കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് വണ്ണിന് നേരെയായിട്ട് ഞാൻ എൻ്റെ പെൻ വെച്ചിട്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഉടനെ തന്നെ മാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്രം കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡോട്ട് ഇടാം. എന്നിട്ട് ഈ 5 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒന്നും കൂടി റീചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ കംപ്ലീറ്റ് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തവണ മാർക്ക് ചെയ്താൽ പിന്നെ മാറ്റി മാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ റീചെക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ചില കുട്ടികൾ ഫുള്ള് ചെയ്തിട്ട് ചെയ്യാൻ നോക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം കിട്ടാതെ വരികയും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ ഓരോന്നും ചെയ്തിട്ട് ചെയ്യാൻ നിന്നാലും ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ ചെയ്യുക, ഈ 5 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ ആദ്യം മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ ഏതൊക്കെ രീതിയിലാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വണ്ണിന്റെ നേരെ എടുക്കുക, എന്നിട്ട് ഓപ്ഷൻ എ എടുക്കുക. ഓപ്ഷൻ എയുടെ അവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ റൗണ്ടിന്റെ അവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് അത് ഫില്ല് ചെയ്യുക. അപ്പൊ പുറത്തേക്കും പോകില്ല, കംപ്ലീറ്റ് ഫില്ല് ചെയ്യുകയും ചെയ്യാം. കംപ്ലീറ്റ് ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞ പോലെ മാനുവൽ അല്ല നോക്കുന്നത്, മെഷീനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പൊ സെക്കൻഡ് വൺ നമുക്ക് എന്താണ് കിട്ടിയത്? സെക്കൻഡ് വൺ നമുക്ക് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഓപ്ഷൻ ബി ഞാൻ ഇനി എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകുന്നത് കാണിച്ചിടാം. ഇപ്പൊ കണ്ടോ, അത് ഇതുപോലെ പാർഷ്യലി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സി ആണെന്ന് വയ്ക്കുക. അപ്പൊ സി എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു കുത്ത് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് റോങ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്. അതുപോലെ തന്നെ 2 ആൻസർ മാർക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യം ഓപ്ഷൻ എ എടുത്തു, പിന്നെ വിചാരിക്കുകയാണ് ഓപ്ഷൻ ബി ആണെന്ന്. അപ്പൊ ഓപ്ഷൻ ബി അങ്ങ് മാർക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ തെറ്റാണ്. നിങ്ങൾ ഓപ്ഷൻ എ മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് 1% ആണെങ്കിൽ, ഇത് 2 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 0% ആണ്. കാരണം അത് കൗണ്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതും തെറ്റായ രീതിയാണ്. അടുത്തത് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻറ്റു മാർക്ക് ഇടുക, ടിക്ക് ഇടുക,
ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇതുപോലെ ടിക്ക് ഇട്ട് വയ്ക്കുക. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. അതുപോലെ തന്നെ ഇൻറ്റു ഇട്ട് വയ്ക്കുക. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ റോങ് ആണ്. കറക്റ്റായിട്ട് ഞാൻ ഓപ്ഷൻ 1 ചെയ്തതുപോലെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഒന്നിട്ട് കാണിച്ചാൽ നിങ്ങളിങ്ങനെ റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് ഫില്ല് ചെയ്യുക. ഇതാണ് കറക്റ്റായ രീതിയിൽ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാമിന് മുന്നേ തന്നെ ഒരു OMR ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒരുപാട് OMR ഷീറ്റ് കിട്ടും. അതൊന്ന് പ്രിന്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്ത് പഠിക്കുക. അതല്ലാതെ എക്സാമിന് ആദ്യമായിട്ട് OMR ഷീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ടൈം നിങ്ങളുടെ കളയുകയും ചെയ്യും, തെറ്റിപ്പോവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും OMR ഷീറ്റിൽ നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്, അതിൽ ആൻസേഴ്സ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങളൊന്ന് അതുമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയില്ലായിരിക്കും, നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അറിയാതെ ആ സ്കിപ്പ് ചെയ്തതിൻ്റെ അവിടെ തന്നെ പോയിട്ട് ടിക്ക് ചെയ്യും. ഇപ്പോൾ അതായത് ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം ചിലപ്പോൾ അറിയാതെ പോയിട്ട് ആ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അവിടെ മാർക്ക് ചെയ്യും. പിന്നെ അങ്ങോട്ട് എല്ലാ ഓർഡറും തെറ്റിപ്പോവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും OMR ഷീറ്റിൽ മാർക്ക് ചെയ്യരുത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മളൊന്ന് ഓപ്ഷൻ കൊടുക്കാതിരിക്കും. അല്ലെങ്കിൽ അറിയാതെ വന്നിട്ട് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാനുള്ള ബബിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ പോലും നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസിൻ്റെ OMR ഷീറ്റ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ ആണ് സ്കിപ്പ് ചെയ്തത് അതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, കറക്റ്റായിട്ട് ബബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് വീതം ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമും കറക്റ്റായിട്ട് വിനിയോഗിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ തെറ്റിപ്പോവാതിരിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടു, ഞാൻ 32A മാർക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 33 സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 33 സ്കിപ്ഡ് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് വരുമ്പോൾ തെറ്റിപ്പോയേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ 34ൻ്റെ ആൻസർ വന്ന് നിങ്ങൾ 33ൽ എഴുതും. അപ്പോൾ അതുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ OMR ഷീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ നീറ്റായിട്ടും വളരെ ഫോക്കസോടുകൂടിയും കോൺസെൻട്രേഷനോട് കൂടിയും തന്നെ നിങ്ങളത് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒരു OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് ഔട്ട് എടുത്ത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻ്റാണ് എൻ്റെ എനർജി. അപ്പോൾ ഒരു കമൻറ്റും തരിക. താങ്ക് യു സോ മച്ച്.